നടുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന സ്ട്രെച്ചുകളുടെ ഒരു വീഡിയോ സീരീസ് ആണ്. ഇത് ആ വീഡിയോ സീരീസിന്റെ 5-ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു സീറ്റഡ് തൊറാസിക് എക്സ്റ്റൻഷൻ സ്ട്രെച്ച് ആണ്. നമ്മൾ പലപ്പോഴും ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്നവർ ഒരു നാച്ചുറൽ ആയിട്ട് നമ്മൾ ഇൻറ്റ്യൂഷൻ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ട്വിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാം, എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഇരുന്ന് ബാക്ക് സ്ട്രെയിൻ വരുമ്പോൾ പലരും ഇങ്ങനെ ഇരുന്ന് ട്വിസ്റ്റ് ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈൻ ട്വിസ്റ്റിനോടൊപ്പം തന്നെ നമ്മുടെ ഷോൾഡറിന്റെ പൊസിഷൻ ആവില്ല, അതുപോലെ നമ്മുടെ നീന്റെ ഭാഗവും കറക്റ്റ് ആവില്ല. അപ്പോൾ ഈ ചെയ്യുന്ന എഫേർട്ട് നമുക്ക് കുറച്ചും കൂടിയും കൃത്യതയോടെ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ടവൽ റോളോ അല്ലെങ്കിൽ ബോളോ എന്തെങ്കിലും എടുത്ത് നമ്മളുടെ മുട്ടിന്റെ ഇടയിൽ വെക്കുക. എന്നിട്ട് അത് നല്ല സ്ക്വീസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു വടി എന്തെങ്കിലും എടുക്കുക, രണ്ട് കൈയും ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം അതേ സ്ട്രെച്ച് നമ്മൾ ചെയ്യുക, മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക. ഗ്രാജുവലി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഈ മുട്ട് ഫിക്സ് ആയ കാരണം നമ്മളുടെ പെൽവിസ് നല്ലപോലെ ഫിക്സ്ഡ് ആയിരിക്കും. അതിനുശേഷം നമ്മുടെ ഷോൾഡറും ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രെച്ച് ഇവിടെ ഫീൽ ചെയ്യും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ ഗ്രാജുവൽ ആയി ചെയ്യണം, സ്ലോ ആയി ചെയ്യണം. ഈ പൊസിഷനിൽ എത്തിയതിനു ശേഷം നമ്മൾ കൂടുതൽ ശ്വാസം ഉള്ളിലേക്കും പുറത്തും വിട്ടുകൊണ്ടിരിക്കണം. ഓരോ പ്രാവശ്യം എക്സൈൽ ചെയ്യുമ്പോഴും നമ്മൾ കൂടുതൽ നമ്മുടെ സ്ട്രെച്ച് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് തുടക്കത്തിൽ ഒരു 10 മുതൽ 15 പ്രാവശ്യം ശ്വാസം വലിച്ചു വിട്ട് ചെയ്തതിന് ശേഷം ഒരു 30 പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല പോലെ ഈ ഭാഗത്തുള്ള മസിൽസിലെല്ലാം നല്ലപോലെ സ്ട്രെച്ച് കിട്ടും. ഒരു 30 പ്രാവശ്യം ശ്വാസം വലിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും സെയിം ഇതന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ഇതുപോലെ ചെയ്യാം. ഇങ്ങനെ 3 പ്രാവശ്യം 2 സൈഡിലും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ അപ്പർ തൊറാസിക് സ്പൈനിന് നല്ല പോലെ മൊബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും കിട്ടും. നമ്മുടെ ജോയിന്റിന്റെ ഹെൽത്തിന് ഏറ്റവും ആവശ്യമുള്ളത് മൊബിലിറ്റിയാണ്. നമ്മുടെ കൈകളിലൊക്കെ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇങ്ങനത്തെ കുറേ മൂവ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ തന്നെ കൈയിൻ്റെ ഒക്കെ മൊബിലിറ്റി നടക്കുന്നുണ്ട്. എന്നാൽ സ്പൈനിൽ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴൊക്കെ ഈ മൊബിലിറ്റി നഷ്ടപ്പെട്ടിട്ടാണ് അധികം ഈ ഡിസ്ക് ഡീഹൈഡ്രേറ്റഡ് ആവുന്നതും ഈ മസിൽ സ്ട്രെയിൻ ഒക്കെ ആവുന്നത്. അപ്പോൾ ഇത്തരം ട്വിസ്റ്റിംഗ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മൾ സ്പൈനിന് ഒരു മൂവ്മെന്റ് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നല്ല പോലെ ആ ഭാഗത്തൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവാനും സ്പൈനിന് മൊബിലിറ്റി കൂടുകയും നമ്മുടെ ഡിസ്കിന്റെ ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ആവാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. സ്പൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായിട്ടുള്ള കൃത്യമായ അറിവുകൾക്കും നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള സ്ട്രെച്ചുകൾക്കും എക്സസൈസുകൾക്കെല്ലാം ഈ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സഹപ്രവർത്തകർക്കും ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യും.